നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട്, ചായ കുടിക്കാൻ. അതല്ല, എന്താ ചായ കുടിക്കണ്ടേ? കുടിക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഓ, പുട്ടും മുട്ടയും, പൊറോട്ടയും മുട്ടയും. ഇവിടെയുള്ള നമ്മുടെ സംസാരത്തിൽ നിന്ന് വേണം ആ കൊട്ടാരത്തിൽ പ്രേതവും പിശാചും ഒന്നുമില്ലെന്ന് നാട്ടുകാർ ബോധ്യപ്പെടാൻ. മനസ്സിലായോ? പ്രേതങ്ങളൊന്നും ഇല്ലെന്ന് പറയണം. ഒന്നും പറയണ്ട. മനസ്സിലായല്ലോ? മണ്ടത്തരങ്ങളൊന്നും പറയരുത്. ഇരിക്കേ. ഇല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞത്. അതൊന്നും സാരമില്ല. ഒരു അവലൂസ് ഉണ്ട് ഇവിടെ കഴിക്കും, പല്ലിന് ബലം കിട്ടും. ചായയാണോ കാപ്പിയാണ്? അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുറെ നാളുകൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. അതെ, ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഏത് തണ്ടിയാ പറഞ്ഞത് ബംഗ്ലാവിൽ പ്രദേശിലുണ്ടെന്ന്? നീ തന്നെയല്ലേ പറഞ്ഞത്? താമസിക്കുകയും ചെയ്യും. അതെ, നല്ല കിളി പോലത്തെ പെണ്ണുങ്ങള്. തോമസ് ഊട്ടി പെണ്ണുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. 4 പെണ്ണുങ്ങളൊക്കെ സംഘടിപ്പിക്കാന്ന് വെച്ചാ അതൊക്കെ അവൻ ചെയ്തോളും. ഇവിടെ കൊളുന്തു നുള്ളുന്ന ഉഗ്രം പെണ്ണുങ്ങളുമായിട്ടൊക്കെ അവന് നല്ല കണക്ഷൻ അല്ലേ? ഇവൻ വിചാരിച്ച 4 അല്ല 40 പെണ്ണുങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റും. ജാനകിയുമായിട്ട് എന്തിനാ വഴക്കായത്? അന്ന് ഹണിമൂണിന് പോയപ്പോ ചെലവ് ചുരുക്കാൻ ഞാൻ അവളെ കൊണ്ടുപോയില്ല. അത് തെറ്റാണോ? ജെസിക്ക് അധികം യാത്ര ചെയ്യാൻ പാടില്ലല്ലോ. വിസില് വിഴുങ്ങിയ 5 വിസില് വിഴുങ്ങിയ ഗ്യാസ് കയറിയോ? എവന്റെ ഭാര്യയ്ക്ക് ഗ്യാസ് കയറിയോണ്ട് പതുക്കെ വരുവുള്ളെന്ന്. ഉണ്ടായിരുന്നാ കഴുത. ഭാര്യയ്ക്ക് ഗ്യാസ് കയറിയാണ് ഞാനെന്ത് വിളിച്ച്? അയാളെ മനസ്സിലാവില്ല, ഞാൻ പറയാം. അണ്ണാച്ചി വളിവിട്. സോറി അണ്ണാച്ചി, വളികൾ വിടുങ്കോ. എനിക്ക് നിങ്ങളോടൊപ്പം സംസാരിക്കണം. അയ്യോ, മലയാളിയാണോ? എന്നാ വിടണ്ട അണ്ണാ.